നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ. പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്ന് സുദർശൻ. തൃശൂർ കോർപ്പറേഷൻ 54.6 കോടി രൂപ ലാപ്സ് ആക്കിയതായി ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കോർപ്പറേഷന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും തുറന്നുകാട്ടുന്നതാണെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. പഴുവിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ. കാട്ടൂരിൽ നിന്നാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത്. ചലച്ചിത്ര നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. കൊടകരയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. വാസുപുരം സ്വദേശി സലീഷാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ചേലക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. വോട്ടിംഗ് മെഷീനുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുക. വയനാട് മണ്ഡലത്തിലെ വോട്ടെണ്ണലും ശനിയാഴ്ച നടക്കും. പോളിംഗ് കണക്കുകളിൽ പ്രതീക്ഷയുയർപ്പിച്ച് മുന്നണികൾ വിജയപ്രതീക്ഷയിലാണ്. രാവിലെ ആരംഭിക്കുന്ന വോട്ടെണ്ണലിൽ ഉച്ചയ്ക്ക് മുൻപ് വിജയിയെ അറിയാനാകും. തൃശൂർ പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പാളിച്ചയുണ്ടായിട്ടുണ്ടെന്നും പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ പറഞ്ഞു. ദേവസ്വം ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരത്തിന് രാത്രി മഠത്തിൽ വരവിന്റെ സമയത്താണ് പ്രശ്നം തുടങ്ങിയത്. തിരുവമ്പാടി പൂരം ചുരുക്കിയത് ശരിയായില്ല. പ്രശ്നമുണ്ടായപ്പോൾ ചർച്ച ചെയ്ത് പരിഹാരത്തിന് ശ്രമിച്ചതാണ്. എന്നാൽ തിരുവമ്പാടി വിഭാഗം പ്രതികരിച്ചില്ല. പൂരം അലങ്കോലമായിട്ടുമില്ല, കലങ്ങിയിട്ടുമില്ല. വെടിക്കെട്ട് 3 മണിക്കൂർ വൈകി. പൂരം ഏറ്റവും ഭംഗിയായി നടത്തേണ്ട ചുമതല കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ്. വരും വർഷങ്ങളിലും ഇതുപോലെ സംഭവിക്കാതിരിക്കാനാണ് ഉന്നത അധികാര സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഡോക്ടർ MK സുദർശൻ പറഞ്ഞു. ആർക്കും പൂരം കൈയടക്കാൻ കഴിയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് പൂരം കൈയടക്കിയിട്ടൊരു കാര്യമില്ല. പൂരം എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നതാണ്. പക്ഷേ ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നതാണ്, പൂരം നടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഈ വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്തിലാണ്. ആ ക്ഷേത്ര മൈതാനത്തിലും വടക്കുന്നാഥൻ ക്ഷേത്രത്തിലുമാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ പൂരം ഏറ്റവും സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത്. പിന്നെ അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പൂരം എങ്ങനെ തുടങ്ങി എന്നുള്ളത്. അപ്പോഴും ആ ചരിത്രപരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിന് തന്നെയാണ്. പക്ഷേ അതില് ഈ ചടങ്ങുകൾ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ മഠത്തിൽ വരവ്, എലഞ്ഞിത്തറമേളം, അതുപോലെ കുടമാറ്റം, വെടിക്കെട്ട്, പിന്നെ പകൽപൂരം, ഇതിലെല്ലാം എന്ന് പറഞ്ഞിട്ട് നടത്താൻ വേണ്ടി ഉള്ള ചുമതലയാണ് ഈ ഘടകക്ഷേത്രങ്ങൾക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പങ്കാളിത്ത ദേവസ്വങ്ങൾ എന്ന് പറയുന്ന പാറമേക്കാവിനും തിരുവമ്പാടിക്കും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. വേറൊരു രീതിയിൽ പൂരം കൈയടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുക എന്നുള്ളതാണ്. അല്ല, ഇവരെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചുമതല എന്ന് പറയുന്നത്. അതിന്റെ മേൽനോട്ടമാണ് ദേവസ്വം ബോർഡ്. കാരണം ഈ ക്ഷേത്രങ്ങളെല്ലാം 6 ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയാണ്. ബാക്കി 4 ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൺട്രോൾ ടെമ്പിൾസ് ആണ്. കൺട്രോൾ ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ടെമ്പിൾസ് ആണ്. പൂരം ഏറ്റെടുക്കാൻ പോകുമെന്ന് പറയുന്നത് അത് മനഃപൂർവ്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ നടത്തുന്ന ഒരു ആരോപണം മാത്രമായിട്ടാണ്. ആ രീതിയിൽ ഒരിക്കലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഇപ്പം അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും കൊച്ചിൻ ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് അതിന്റെ നിലപാട് പറയാറുണ്ട്. കാരണം ഈ പൂരം ഏറ്റവും ഭംഗിയായിട്ട് നടത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ്. ബോർഡ് അംഗം MB മുരളീധരൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, ലോ ഓഫീസർ ഷൈമോൾ C വാസു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ചട്ടലംഘനങ്ങളുടെയും റിപ്പോർട്ടാണ് സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ടെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് കോർപ്പറേഷനിൽ വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്.
1 മാസം കൊണ്ട് കൌൺസിലിൽ വെക്കേണ്ട റിപ്പോർട്ട് 1 വർഷം വൈകിയാണ് ഇപ്പോൾ ചർച്ചയ്ക്കെടുത്തത്. കോർപ്പറേഷനിലെ അഴിമതികൾ അന്വേഷിക്കണമെന്ന് നിയമസഭാ സമിതി പറഞ്ഞ സാഹചര്യത്തിൽ മേയർ രാജിവെക്കണമെന്ന് രാജൻ പല്ലം പറഞ്ഞു. മാലിന്യ സംസ്കരണം സമ്പൂർണ്ണ പരാജയമാണ്. ശുചീകരണത്തിനായി വാങ്ങിയ യന്ത്രൻ മെഷീൻ ഒല്ലൂരിലെ പകൽ വീട്ടിൽ കിടക്കുകയാണ്. 54.6 കോടി രൂപയുടെ ഫണ്ട് ചിലവാക്കാതെ കോർപ്പറേഷൻ ലാപ്സാക്കി കളഞ്ഞതായും പ്രതിപക്ഷം ആരോപിച്ചു. വൈദ്യുതി പ്രസരണ രംഗത്ത് 20 കോടിയുടെ നഷ്ടം വരുത്തി തൃശൂർ കോർപ്പറേഷന്റെ ഭരണ പരാജയം തുറന്നുകാട്ടുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്ന് LDF ഭരണസമിതി രാജിവെക്കണമെന്നും വഖഫ് ഭീകരതയെ ചെറുക്കണമെന്നുമുള്ള അടക്കമുള്ള പ്രക്കാർഡുകൾ അടക്കമാണ് BJP കൌൺസിലർമാർ യോഗത്തിന് എത്തിയത്. പഴുവിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ. കാട്ടൂരിൽ നിന്നാണ് ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത്. പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ഗുണ്ടാക്രമണം ഉണ്ടായത്. ഓഫീസിന്റെ ജനൽപാളികളും മുൻവശത്തെ വാതിലും ഫർണിച്ചറുകളും കൊടിമരവും ഗുണ്ടാ സംഘം തകർത്തിരുന്നു. പഴുവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസിന്റെ വീടിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ചലച്ചിത്ര നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നടൻ ബാലൻ K നായരുടെ മകനാണ്. 50ഓളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1980-ൽ PN മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന ചിത്രത്തിൽ ഒരു സ്റ്റുഡിയോ ബോയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് മേഘനാഥൻ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. പഞ്ചാഗ്നി, ചമയം, രാജധാനി, ഭൂമിഗീതം, ചെങ്കോൽ, മലപ്പുറം ഹാജി, മഹാനായ ജോജി, പ്രായിക്കരപ്പൻ, ഉദ്യാനപാലകൻ, ഈ പുഴയും കടന്ന്, ഉല്ലാസപ്പൂങ്കാറ്റ്, രാഷ്ട്രം, കുടമാറ്റം, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാസ്തവം എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. ഷൊർണൂരിലുള്ള വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. കൊടകരയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. വാസുപുരം വീട്ടിച്ചോട് തെക്കൂട്ട് വീട്ടിൽ 44 വയസ്സുള്ള സലീഷാണ് മരിച്ചത്. കൊടകര തിരുത്തൂരിൽ ജോലി ചെയ്യുന്നതിനിടെ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. ഉടൻ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി. കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെയാണ് കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല. വേദിയിലുണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മല്ലപ്പിള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റൊരാളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. കേരളത്തെ തകർക്കാനായി സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ. വയനാട് ജനതയോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പോലും സഹായിക്കാതെ ശത്രു രാജ്യത്തെ പോലെ പെരുമാറുകയാണ്. ഈ ഘട്ടത്തിലും കേരള ജനതയുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിനെ ഏതു വിധേനയും തകർത്ത് കേരളം പിടിക്കാനുള്ള ഭഗീരഥ യജ്ഞത്തിലാണ് BJP എന്നും CN ജയദേവൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, മുതിർന്ന നേതാവ് AK ചന്ദ്രൻ, P ബാലചന്ദ്രൻ MLA, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ഷീല വിജയകുമാർ, KP സന്ദീപ്, VS പ്രിൻസ്, രാകേഷ് കണിയാമ്പറമ്പിൽ, ഷീന പറയങ്ങാട്ടിൽ, CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ വായു നിലവാര സൂചികയിൽ തൃശൂർ 4ാം സ്ഥാനത്ത്. ഇതേ പട്ടിക പ്രകാരം സംസ്ഥാനത്ത് 1ാം സ്ഥാനത്താണ് തൃശൂർ. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരമാണ് രാജ്യത്ത് തൃശൂർ 4ാം സ്ഥാനത്തെത്തിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സൂചികയിൽ 50ഓ അതിൽ കുറവോ പോയിന്റ് വരുന്ന സ്ഥലങ്ങളാണ് നല്ല വായു ഉള്ളവയിൽ ഇടം പിടിക്കുന്നത്. ഇതുപ്രകാരം നിലവിൽ തൃശൂരിന്റെ പോയിന്റ് 44ആണ്.
അതേസമയം രാജ്യതലസ്ഥാനമായ ഡൽഹി മലിനവായു നിറഞ്ഞ് സ്കൂളുകളടക്കം അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തൃശൂരിന്റെ ഈ നേട്ടം എന്നത് ശ്രദ്ധേയമാണ്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ റോഡരികിൽ നിന്ന യുവാവിനെ ബസ് തട്ടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസമാണ് ഓട്ടുപാറ PM ട്രേഡേഴ്സിലെ ജീവനക്കാരനായ ഓട്ടുപാറ സ്വദേശി ഗിരീഷിനെ റോഡരികിൽ നിൽക്കുമ്പോൾ അശ്രദ്ധമായി വന്ന സ്വകാര്യ ബസിന്റെ വശം തട്ടിയത്. അപകടത്തെ തുടർന്ന് ഗിരീഷ് തെറിച്ചു വീഴുന്ന CCTV ദൃശ്യങ്ങൾ നടുക്കമുണ്ടാക്കുന്നതാണ്. അപകടത്തിൽ ഗിരീഷിന് നെറ്റിയിൽ പരിക്കേറ്റു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം സംബന്ധിച്ച് പരാതികൾ വ്യാപകമാണ്. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ താൻ ഗൂഢാലോചന നടത്തിയെന്ന മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ പരാമർശം തെറ്റാണെന്നും അദ്ദേഹം തന്നെയാണ് ഗൂഢാലോചന നടത്തിയതെന്നും ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നൽകിയ ജോർജ് വട്ടുകുളം പറഞ്ഞു. ലഹരി കേസിൽ 10 വർഷം ശിക്ഷ കിട്ടിയ 110 കിലോ തൂക്കമുള്ള വിദേശിയുടെ അടിവസ്ത്രം വെട്ടി ചെറുതാക്കി 7 വയസ്സുകാരന്റെ പാകത്തിലാക്കി ഹൈക്കോടതിയിൽ കൊടുത്ത് ആന്റണി രാജു തന്നെയാണ്. അദ്ദേഹം ഇന്നലെ കോടതിയിൽ പറഞ്ഞതും കളവാണ്. ജീവനക്കാരന് കൈക്കൂലി കൊടുത്ത് കോടതിയുടെ മുതൽ കട്ടെടുത്ത ആന്റണി രാജുവിന്റെ കുപ്പായം അഴിപ്പിക്കുമെന്നും ജോർജ് വട്ടുകുളം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലയാള വേദി അംഗങ്ങളായ PD റിക്സൺ, വിപിൻ ജോസ് എന്നിവരും പങ്കെടുത്തു. ചാവക്കാട് ഉപജില്ലാ കലോത്സവ മേളയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ജനറൽ വിഭാഗത്തിൽ നിലവിൽ 418 പോയിന്റുമായി മമ്മിയൂർ LF ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്ത് തുടരുന്നു. 378 പോയിന്റുമായി തിരുവളയന്നൂർ HS 2ാം സ്ഥാനത്തും 375 പോയിന്റുമായി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനത്തും തുടരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവ വേദിയിൽ ആദ്യമായി ഗോത്രകലയായ മംഗളം കളി അരങ്ങേറി. 12 മുതൽ 16 വരെയുള്ള ആളുകൾ അടങ്ങുന്ന സംഘമാണ് ഈ കലാരൂപം അവതരിപ്പിക്കുക. തനതായ വേഷവും ഭാഷയും അവതരണത്തിൽ ഉൾപ്പെടുത്തിയ പ്രാചീന ഉപകരണങ്ങളും മംഗലം കളിയെ വേറിട്ട് നിർത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ഉം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1 ടീമുമാണ് മത്സരിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 1ാം സ്ഥാനം മമ്മിയൂർ LF സ്കൂളിനായിരുന്നു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളിയിൽ 1ാം സ്ഥാനം നേടി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ആ മാണിനങ്കര തങ്കട്ടി മതുമ്മള തുടുകെ ആ എണ്ണയ മഞ്ചള കൊണ്ട് പറുടക മാണിനങ്കരക്ക്. ഗോത്ര നൃത്ത വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ കലാമത്സരമാണ് ഇത്തവണത്തേത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മാവിലൻ, മലവേട്ടവ എന്നീ ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലം കളി. കാതുകുത്തു കല്യാണം, പന്തല് കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. ആ കുള്ളൂത്ത് നലിപ്പൊടുക മാണിനങ്കര, ആ കുള്ളൂത്ത് നലിപ്പൊടുക മാണിനങ്കര. തുടിയാണ് പ്രധാന വാദ്യം. തുളുഭാഷയിലെ പാട്ടുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 2024 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് 5 ഗോത്ര നൃത്തരൂപങ്ങൾ കലോത്സവത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. മംഗലം കളി, പണിയം നൃത്തം, ഇരുള നൃത്തം, മലപ്പുലയാട്ടം, പളിയ നൃത്തം എന്നിവയാണ് ഈ 5 കലാരൂപങ്ങൾ. അപ്പൊ മംഗലം കളി ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. ഞങ്ങൾ 1 മാസമായി ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്നു. അപ്പൊ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. കാസർഗോഡ് സ്വദേശികളായ മഹേഷ് കപ്പള്ളി, സതീശൻ കപ്പള്ളി എന്നിവരാണ് പരിശീലകർ. കാസർഗോഡ് ജില്ലയിൽ മാവിലൻ മലവേട്ട സമയത്തിൽ കളിക്കുന്ന ഒരു കളിയാണ് മംഗലം കളി. അതായത് കല്യാണക്കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കല്യാണത്തിന്റെ തലേദിവസം കളിക്കുന്നുണ്ട് കല്യാണക്കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു പ്രതിഷേധമായിട്ടും അവരെ ഗോത്രത്തിന്റെ തനതായ കലാരൂപമായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. മാവിലൻ സമുദായത്തിന്റെ സംസ്കാരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിവാഹ ആഘോഷങ്ങളുമാണ് മംഗലം കളിപ്പാട്ടിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. TCV എരുമപ്പെട്ടി. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകാനുള്ള കൌൺസിൽ യോഗ തീരുമാനം നടപ്പിലാക്കാത്തത് സംബന്ധിച്ചും അടഞ്ഞുകിടക്കുന്ന ക്രിമിറ്റോറിയത്തെ ചൊല്ലിയും കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനം. ഓഗസ്റ്റ് മാസത്തിൽ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന നൽകാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചത്.
ആദ്യഘട്ടമായി 4,80,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചിട്ടുണ്ടെന്നും സർക്കാർ ജീവനക്കാരുടെ നവംബർ മാസത്തെ ശമ്പളം ലഭിക്കുന്നതോടെ മുഴുവൻ തുകയും അടയ്ക്കാൻ കഴിയുമെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വിശദീകരിച്ചു. കേന്ദ്ര സഹായം നൽകുന്നില്ലെന്ന് ആക്ഷേപിക്കുന്നവർ കൌൺസിൽ എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന വിമുഖത വയനാട് ദുരിതബാധിതരോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. മുണ്ടൂരിൽ ടെമ്പോ കത്തിനശിച്ചു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന സെന്റ് ആൻസ് ഇലക്ട്രോ കളർ പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിലെ ടെമ്പോയാണ് കത്തിനശിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനം ആരംഭിച്ചു. മുതിർന്ന അംഗം UK മണി പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുമൻ കരിയന്നൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ്, ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലേയൻ, ലോക്കൽ സെക്രട്ടറി PT ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. മുന്നറിയിപ്പില്ലാതെ പീച്ചി ഡാം തുറന്നുവിട്ട മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കി. 110 ദിവസം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് INTUC പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭരണകൂടം കണക്കാക്കിയ 43 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്ന് പറഞ്ഞ റവന്യൂ മന്ത്രി K രാജൻ വാക്ക് പാലിക്കണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ്, KPCC മെമ്പർ ലീലാമ തോമസ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, KP എൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ LIC ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. LIC ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, പോളിസി വായ്പാ പലിശ നിരക്ക് കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ പ്രസിഡന്റ് V പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മോഹനൻ, വർക്കിംഗ് പ്രസിഡന്റ് C ചന്ദ്രൻ, സെക്രട്ടറി TS ഷെനിൽ, ദീപക് വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മെഡലുകൾ വാരിക്കൂട്ടി വല്ലച്ചിറ സ്വദേശി NK മുരളീധരൻ. 4x400 മീറ്റർ റിലേയിൽ സ്വർണ്ണ മെഡലും ലോങ് ജമ്പിൽ വെള്ളി മെഡലും 100 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡലും മുരളീധരൻ കരസ്ഥമാക്കി. ഇതോടെ 2025 ദേശീയ മീറ്റിലേക്ക് മുരളീധരൻ യോഗ്യത നേടി. ആശുപത്രിയിൽ 9 ദിവസം കിടത്തി ചികിത്സയ്ക്ക് വിധേയനായ രോഗിക്ക് മെഡിസെപ്പ് ഇൻഷുറൻസ് ചികിത്സാ ആനുകൂല്യം ലഭിച്ചില്ലെന്ന് പരാതി. വിയൂർ സെൻട്രൽ ജയിലിലെ ചീഫ് ജയിൽ വാർഡനായി വിരമിച്ച TI കൊച്ചുകുഞ്ഞനാണ് അർഹമായ ഇൻഷുറൻസ് തുക നിഷേധിച്ചതായി പരാതി ഉയർന്നത്. വർഷം 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആനുകൂല്യത്തിനാണ് അർഹതയുള്ളത്. ആശുപത്രിയിലെ മുഴുവൻ ചികിത്സാ ചെലവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മകൻ TK ഷൈജോ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മെഡിസപ്പിൻ്റെ ഇൻഷുറൻസിൻ്റെ ആനുകൂല്യത്തിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. 9 ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബിൽ അപ്രൂവലിന് വേണ്ടി കൊടുത്തപ്പോഴാണ് റിജക്റ്റ് ആയത് കണ്ടത്. റിജക്ഷൻ ആയതിൻ്റെ കാരണം മെഡിസപ്പിൽ വിളിച്ചു ചോദിച്ചപ്പോൾ നെഫ്രോളജി, സൈക്യാട്രി എന്നാണ് രേഖപ്പെടുത്തിയത് എന്നാണ് അവർ കാണിച്ചത്. പക്ഷേ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നും അയച്ചിട്ടുള്ളത് ന്യൂറോളജി വിഭാഗത്തിലാണ് ചികിത്സിച്ചത് എന്നാണ്. അതിനെതിരെ കലക്ടർക്കും മറ്റു ആളുകൾക്കും പരാതി നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയുള്ള സെസ് പിരിവ് ഊർജിതമാക്കണമെന്ന് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സലീം തെന്നിലാപുരം ആവശ്യപ്പെട്ടു. ജില്ലാ ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് സംഘ് BMS തൃശൂരിൽ നടത്തിയ ക്ഷേമ ബോർഡ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 15 മാസമായി പെൻഷൻ വിതരണം മുടങ്ങിയതുൾപ്പെടെ നിർമ്മാണ തൊഴിലാളികൾ നേരിടുന്ന അവഗണനകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ജില്ലാ ആർട്ടിസൻസ് ആൻഡ്
സ്കിൽഡ് വർക്കേഴ്സ് സംഘിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസ് ധർണയും ഉപരോധവും സംഘടിപ്പിച്ചത്. യൂണിയൻ പ്രസിഡന്റ് കെ തിലകൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, യൂണിയൻ ജനറൽ സെക്രട്ടറി CK പ്രദീപ്, സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് കേരളോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. ജാഥ മ്യൂസിക് റിയാലിറ്റി ഷോ താരം അമൻ സഖ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുനൻ തുടങ്ങിയവർ സംസാരിച്ചു. 23 മുതൽ ഡിസംബർ 1 വരെയുള്ള തീയതികളിൽ വിവിധ വേദികളിലായാണ് കേരളോത്സവം നടക്കുക. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന 10ാമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നിന്നും താലങ്ങളുടെയും ഉടുക്കുവാദ്യത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിച്ചു. പ്രസാദ്, സജിത് പുത്തൻവീട്, സുധീഷ് ബാബു, ബിജീഷ്, M ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. ചേച്ചിക്കും ഇൻസ്റ്റ ഇത് ഗോപാലൻ ചേട്ടന്റെ വ്ലോഗ അയ്യാന് ചേട്ടന്റെ FB അതിൽ പോസ്റ്റെല്ലാം അപ്പൻ ഹിറ്റാ നാടക ഇന്റർനെറ്റായി സോ നാട്ടാർ മൊത്തം ഓണായി കേരളം മാറും വേഗത്തിൽ മാറാനായി നാട്ടാർക്കായി നവകേരള പ്ലാൻ എല്ലാവർക്കും ഇന്റർനെറ്റായി എല്ലായിടത്തും നെറ്റായി എല്ലാവർക്കും ഇന്റർനെറ്റായി എല്ലായിടത്തും നെറ്റായി കേരള വിഷൻ നവകേ ഇന്റർനെറ്റ് എല്ലായിടത്തും ഇന്റർനെറ്റ്. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് നാളെ ആഘോഷിക്കും. തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനം ഉണ്ടായിരിക്കും. പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, OA പരമൻ, രാജീവ് തറയിൽ, KK മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തർദേശീയ മത്സ്യത്തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളിയെ അനുമോദിച്ചു. ചെമ്മാപ്പിള്ളി ഉണ്ണിക്കണ്ടത്ത് അബ്ദുൽ ഖാദറിനെയാണ് അനുമോദിച്ചത്. 70 വർഷത്തോളമായി പെരിങ്ങോട്ടുകര മുതൽ തൃശൂർ വരെയുള്ള പ്രദേശങ്ങളിൽ കാവ് ചുവന്ന കാൽനടയായി മത്സ്യവിതരണം നടത്തുകയും പുഴയിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുകയും ചെയ്തിരുന്നയാളാണ് അബ്ദുൽ ഖാദർ. നെഹ്റു സ്റ്റഡീസ് സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറയിൽ ഷാൾ അണിയിച്ച അബ്ദുൽ ഖാദറിനെ അനുമോദിച്ചു. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, ബെന്നി വാളമുക്ക്, റിജു കടക്കന്തറ എന്നിവർ പങ്കെടുത്തു. തോളൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക വികസന ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായ ഡ്രോൺ ഉപയോഗിച്ച് നെൽച്ചെടികൾക്ക് വളം സ്പ്രേ ചെയ്യൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ മേഞ്ചിറ കോൾപ്പടവ് കൂടി ഉൾപ്പെടുത്തി മൊത്തം 150 ഹെക്ടർ സ്ഥലത്ത് ഡ്രോൺ വളപ്രയോഗം നടത്തും. കൃഷി ഡിപ്പാർട്ട്മെന്റ് 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പുഴയ്ക്കൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അംഗങ്ങളായ KG പോൾസൺ, ഷീന തോമസ്, നോർത്ത് പടവ് കൺവീനർ സുനിൽ പോവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവായിരുന്ന MO ജോൺ അനുസ്മരണം നടന്നു. വിൽവട്ടം യൂണിറ്റ് പ്രസിഡന്റ് AR രഘു അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PO വർഗീസ്, ട്രഷറർ CA വിൽസൺ, വനിതാ വിംഗ് പ്രസിഡന്റ് MC ഗ്രേസി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്യാം സുരേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ പെരിങ്ങാവ് മേഖലയിൽ പ്രളയത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് സഹായധനം വിതരണം ചെയ്തു.
ഡെറാഡൂണിൽ നടന്ന 75 കിലോ വിഭാഗം കിക്ക് ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ നേടിയ യൂണിറ്റിലെ മെമ്പറായ ജോഷി തോമസിന്റെ മകൻ ഇമ്മാനുവലിനെ ആദരിച്ചു. പറപ്പൂർ സെന്റ് ജോൺസൺ നിബുൻസ്യാൻ ഫൊറോന ദേവാലയത്തിലെ തമുക്ക് തിരുനാൾ ഈ മാസം 22 മുതൽ 25 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നാളെ വൈകിട്ട് 7-ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിക്കും. തുടർന്ന് ഇലഞ്ഞിത്തറ മേളവും അരങ്ങേറും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന പ്രസിദ്ധേന്തി വാഴ്ച, കൂടുതുറക്കൽ, തിരിപ്രദക്ഷിണം എന്നിവയ്ക്ക് ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ വിൽസൺ പടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ, ജനറൽ കൺവീനർ PD റോയ്, നടത്ത് കൈക്കാരൻ CV ഈനാശു, പബ്ലിസിറ്റി കൺവീനർ NF വർഗീസ് എന്നിവർ പങ്കെടുത്തു. പാവറട്ടിയിൽ മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ MO ജോൺ അനുസ്മരണം നടത്തി. പാവറട്ടി സെന്ററിൽ സജ്ജീകരിച്ച ഛായാചിത്രത്തിൽ അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ CL റാഫേൽ, ഷൈന ജോർജ്, വിനോദ് PI, റാഫേൽ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വയനാട്ടിലെ ദുരന്തബാധിതർക്കായി കാരുണ്യയാത്രയിലൂടെ സംസ്ഥാന ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സമാഹരിച്ച 2.25 കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി. 12 ജില്ലകളിൽ നിന്നായി സമാഹരിച്ച തുക ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ സംഘടന സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. സംഘടനാ ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൽ, ട്രഷറർ MS പ്രേംകുമാർ, ഭാരവാഹികളായ ശരണ്യ മനോജ്, K സത്യൻ, രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മാർത്തോമ ശ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് അടിവാരം പള്ളിയിൽ നിന്നും സഹവികാരി ഫാദർ ജോഷി പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടത്തി. കുരിശുമലയിലെ കുർബാനയ്ക്കും സന്ദേശത്തിനും നൊവേനയ്ക്കും മറ്റ് തിരുകർമ്മങ്ങൾക്കും ഫാദർ വിൽസൺ മുക്കണാംപറമ്പിൽ മുഖ്യ കാർമ്മികനായി. കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും നേർച്ചഭക്ഷണവും വിതരണവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമാണിക്കൽ, ആന്റണി കൊട്ടേക്കാട്ടിൽ, ജോജു ചുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആർട്ടിസ്റ്റ് ശ്രീജ കളപ്പുരയ്ക്കൽ ചിരട്ടകളിൽ തീർത്ത ചിത്രങ്ങളുടെ പ്രദർശനം ഈ മാസം 22 മുതൽ ലളിതകലാ അക്കാദമിയിൽ ആരംഭിക്കും. ശരറാന്തൽ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 11-ന് ചിത്രകാരൻ മദനൻ നിർവഹിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനത്തിൽ 300-ലധികം ചിരട്ടകളിലാണ് ശ്രീജ കരവിരുത് ഒരുക്കിയിരിക്കുന്നത്. ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. ശ്രീജ കളപ്പുരയ്ക്കൽ, ഡോക്ടർ രജിതൻ, KP സപീഷ്, സന്ധ്യ രഞ്ജിത്ത്, MN മുരളീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ജില്ലാ സീവേജ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഡിസംബർ 1 മുതൽ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കാതെ സീവേജ് ടാങ്കറുകളും ലോറികളും പിടിച്ചെടുക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, ചാർജ് ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുക, സർക്കാർ പൊതുമേഖലാ SDP-കളിൽ സ്വകാര്യ ടാങ്കറുകൾക്ക് മാലിന്യ സംസ്കരണത്തിന് അനുമതി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. യൂണിയൻ ഭാരവാഹികളായ KJ സ്റ്റാലിൻ, PV ഡാലിം, D ആൽഫി, P നിധിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗാനസന്ധ്യ ഞായറാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4:30-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ വടക്കൻ വീരചരിത സിനിമകളിലെ പാട്ടുകൾ കോർത്തിണക്കിയിട്ടുള്ള വൃശ്ചിക പൂനിലാവേ എന്ന ഗാനസന്ധ്യയുടെ ഉദ്ഘാടനം ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മയും ഗീതം സംഗീതത്തിന്റെ 8ാം വാർഷികത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജനും നിർവഹിക്കും. മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും. രക്ഷാധികാരി ജയരാജ് വാര്യർ, പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, സെക്രട്ടറി സുകുമാരൻ ചിത്രസൗധം, ട്രഷറർ മധു ആനല്ലൂർ, കമ്മിറ്റി അംഗം KK ശ്രീലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
LIC ഏജന്റുമാരോടുള്ള മാനേജ്മെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ഡിസംബർ 10 പാർലമെന്റ് മാർച്ചും നാളെ ഡിവിഷൻ ഓഫീസ് മാർച്ചും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1956 മുതൽ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വേതനത്തിൽ റീഫില്ലിംഗിന്റെ പേരും പറഞ്ഞ് 20% വെട്ടിക്കുറച്ചതായും ഇത് ഇന്ത്യയിലെ 13 ലക്ഷം വരുന്ന ഏജന്റുമാരുടെ ജീവിതം തകർക്കുന്നതാണെന്നും ഇവർ ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ആയിരക്കണക്കിന് ഏജന്റുമാരെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിസംബർ 10 പാർലമെന്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി നാളെ ഡിവിഷൻ ഓഫീസ് മാർച്ചും ധർണയും നടത്തും. വാർത്താ സമ്മേളനത്തിൽ MC അജികുമാർ, TV മധുസൂദനൻ, ഷീബ ഗോപാലകൃഷ്ണൻ, ബാബു ജോസഫ്, ജോജു വർക്കി എന്നിവർ പങ്കെടുത്തു. വർഗീയതയ്ക്കും ലഹരിക്കുമെതിരെ സുന്നി യുവജന സംഘം നടത്തുന്ന മാനവ സഞ്ചാരം സംസ്ഥാന പ്രചരണ യാത്ര ഞായറാഴ്ച തൃശൂരിലെത്തും. വർഗീയതയ്ക്കും ലഹരിക്കുമെതിരെയുള്ള ആശയ പ്രചരണവും സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തലും മാനവികതയെ ഉണർത്തലുമാണ് ഈ യാത്രയിലൂടെ സംഘടന ലക്ഷ്യം വെക്കുന്നത്. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര നടത്തുന്നത്. ജില്ലയിലെത്തുന്ന യാത്രയുടെ ഭാഗമായി 9 കേന്ദ്രങ്ങളിൽ ഏർലി ബേർഡ്സ് എന്ന പേരിൽ പ്രഭാത നടത്തം, സംരംഭകർ, പ്രൊഫഷണലുകൾ എന്നിവരുമായുള്ള ടേബിൾ ടോക്ക്, യുവജന സംഘടനാ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവരുമായി കൂടിക്കാഴ്ച, മാധ്യമ പ്രവർത്തകരുമായി സംവാദം, മാനവിക സന്ദേശമുയർത്തി സ്വരാജ് റൌണ്ടിൽ സൗഹൃദ നടത്തം എന്നിവയും നടക്കും. വൈകിട്ട് EMS സ്ക്വയറിൽ നടക്കുന്ന മാനവ സംഗമം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ, SYS സംസ്ഥാന സെക്രട്ടറി MM ഇബ്രാഹിം, ജില്ലാ സെക്രട്ടറി ഷമീർ എറിയാട്, സ്വാഗത സംഘം കൺവീനർ ഹമീദ് തളിയപ്പാടത്ത് എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ നവംബർ 23 മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുന്ന ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മിഷൻ മോഡ് പ്രൊജക്ട് ഫോർ ഇന്റർലിങ്ക്ഡ് ഓഫ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മേള സംഘടിപ്പിക്കുന്നത്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് HRD സെല്ലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന മേള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ സിസ്റ്റർ ബ്ലസ്സി, ജോസ് കുര്യാക്കോസ്, CR. ബാല, നിഖിത സോമൻ, ഷാജി ലോനപ്പൻ, പൂജ അനിരുദ്ധൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ വിതരണോദ്ഘാടനം വെമ്പലൂർ GLP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി, മിനി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിൽ 6 ദിവസങ്ങളിലായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുകൾക്ക് തുടക്കമായി. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ TK ഹൃതിക് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KB പ്രിയംവദ, ഡോക്ടർ ശ്യാം K. രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3301 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ NK സുദർശൻ. പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്ന് സുദർശൻ.
തൃശൂർ കോർപ്പറേഷൻ 54.6 കോടി രൂപ ലാപ്സാക്കിയതായി ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കോർപ്പറേഷന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും തുറന്നു കാട്ടുന്നതാണെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. പഴുവിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ. കാട്ടൂരിൽ നിന്നാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത്. ചലച്ചിത്ര നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. കൊടകരയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. വാസുപുരം സ്വദേശി സലീഷാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.